ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നത് എന്തിനാണ് നിങ്ങൾ തന്നെ പറയണം. കുറച്ച് നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലരൊക്കെ ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ഗുരുക്കന്മാരെയും കുറ്റപ്പെടുത്തി മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, ധ്യാന കേന്ദ്രങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചെറിയ ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കട്ടെ. ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന കരിസ്മാറ്റിക് നവീകരണത്തിലൂടെയല്ലേ കേരള സഭ ഉണരുകയും അതിൻ്റെ ഫലങ്ങൾ സഭയിലൂടെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ചിലരൊക്കെ ഉണ്ടെന്ന് വിശ്വാസി സമൂഹമേ നാം തിരിച്ചറിയണം. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം ഓരോ പ്രഭാതത്തിലും ഉണരുന്ന ചിലരൊക്കെ ഇന്ന് കൂണുപോലെ പൊന്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ധ്യാന കേന്ദ്രങ്ങളും ധ്യാനങ്ങളും നൽകിയ സംഭാവന? ഒന്ന്, വിശ്വാസികളിൽ വലിയൊരു വിഭാഗം ആളുകൾ ഞായറാഴ്ച കുർബാനകളിൽ വചന സന്ദേശം കഴിയുന്നതുവരെ ദേവാലയത്തിന് പുറത്ത് കാത്തു നിൽക്കുകയും അതിനുശേഷം മാത്രം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരു പഴയ കാലം ഈ കേരള സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായതിന് കാരണം ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ അനേകർ കർത്താവിൻ്റെ ദിവസത്തിൻ്റെയും കർത്താവിൻ്റെ കുർബാനയുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. രണ്ട്, പരിശുദ്ധാത്മാവ് എന്നത് വേദപാഠ പുസ്തകങ്ങളിൽ മാത്രം കണ്ടു ശീലിച്ച വിശ്വാസികൾക്ക് അത് ദൈവം തന്നെയാണെന്നും നാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ആഴമായ ബോധ്യം ലഭിച്ചത് ധ്യാന കേന്ദ്രങ്ങളും അതിലൂടെ കടന്നു വന്ന കരിസ്മാറ്റിക് ധ്യാനങ്ങളും ഒക്കെയായിരുന്നു. മൂന്ന്, റേഷൻ കാർഡുകൾ പോലുള്ള ചില രേഖകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പുസ്തകമായി വിശുദ്ധ ബൈബിളിനെ കണ്ടിരുന്നവർ അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണെന്നും അത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ പഠിക്കേണ്ടതാണെന്നും തിരിച്ചറിഞ്ഞത് ധ്യാന കേന്ദ്രങ്ങളും കരിസ്മാറ്റിക് ധ്യാനങ്ങളുമായിരുന്നു. നാല്, ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നത് മറ്റേതൊരു മതവിശ്വാസവും പോലെ ഒരു ആശയമായി കണ്ടിരുന്ന ഒരു സമൂഹം അത് സത്യദൈവത്തിലുള്ള വിശ്വാസമാണെന്നും യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും തിരിച്ചറിഞ്ഞത് ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ ഉള്ള അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമായിരുന്നു. അഞ്ച്, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മന്ത്രവാദത്തെക്കുറിച്ചും ഒന്നാം പ്രമാണ ലംഘനത്തെക്കുറിച്ചും ചിന്തിച്ചിരുന്ന ഒരു സമൂഹം ബൈബിളിലെ സത്യദൈവത്തെ തിരിച്ചറിയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ തുടങ്ങുകയും ചെയ്തതിൻ്റെ പിന്നിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളായിരുന്നല്ലോ. അന്യമതസ്ഥരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുക എന്ന ക്രൈസ്തവിൻ്റെ പ്രഥമമായ വിളി വൈദികർ പോലും മറന്നു തുടങ്ങിയ ഒരു കാലത്ത് അനേകം അക്രൈസ്തവർ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് ധ്യാന കേന്ദ്രങ്ങളും കരിസ്മാറ്റിക് ധ്യാനങ്ങളുമായിരുന്നു. ഏഴ്, ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം അഗതി മന്ദിരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ അവയ്ക്ക് തുടക്കം കുറിച്ചവർക്ക് പ്രചോദനമായത് കരിസ്മാറ്റിക് ധ്യാനങ്ങളായിരുന്നു എന്നത് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എട്ട്, ക്രൈസ്തവ മാധ്യമ രംഗത്ത് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവുകയും അതിലൂടെ ഇന്ന് ലോകം മുഴുവനുള്ള അനേകം പേർ ക്രൈസ്തവ വിശ്വാസത്തിൽ അനുദിനം ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ചാലശക്തിയെ വർദ്ധിച്ചത് ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന സുവിശേഷ പ്രഘോഷങ്ങളായിരുന്നുവെന്ന് ആർക്കെങ്കിലും എതിർക്കാനാവുമോ? ഒമ്പത്, ദൈവവിശ്വാസം എന്നത് വിരസമായി കരുതുകയും പാപത്തിന്റെ അഴുക്കുചാലിൽ വീണുപോവുകയും ചെയ്ത അനേകം യുവാക്കൾ ക്രിസ്തു നൽകുന്ന നിത്യമായ ആനന്ദം തിരിച്ചറിഞ്ഞ് വിശുദ്ധമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന കരിസ്മാറ്റിക് ധ്യാനങ്ങളിലായിരുന്നല്ലോ. പത്ത്, ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാ ജീവിതത്തിന്റെ കേന്ദ്രം ഇടവകയാണെന്ന് അനേകർ തിരിച്ചറിഞ്ഞത് കരിസ്മാറ്റിക് ധ്യാനങ്ങളായിരുന്നു. അതിലൂടെ ഇടവകൾ ആത്മീയമായും ഭൗതികമായി വളരുകയും ചെയ്തു എന്ന സത്യവും നാം ഈ കാലഘട്ടത്തിൽ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ചിലരൊക്കെ വിമർശിച്ചോട്ടെ, നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുക, വളരുന്ന ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും.